ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് സെയിൽ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ നമുക്ക് മൈദയൊക്കെ ഒന്ന് അരിച്ച് മാറ്റാം. ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളെടുക്കുക. അതിൻ്റെ മേലിൽ ഒരു അരിപ്പ വെച്ചിട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ 1 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പ്ലം കേക്കിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇനി അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഒരു തവണ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അരിച്ച് മാറ്റാം. അരിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ടേസ്റ്റിൽ നോൺ ആൽക്കഹോളിക് ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ മൈദയൊക്കെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് അടി കട്ടിയിട്ടുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. ആ ഒരു പാത്രം ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പേ ആവശ്യമുള്ളൂ. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഷുഗർ കാരമൽ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു 10-12 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഷുഗർ നന്നായി കാരമലാവും കേട്ടോ. അപ്പോൾ കണ്ട ഷുഗർ ചെറുങ്ങനൊന്ന് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഷുഗർ മെൽട്ടാകാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഫ്ലോപ്പ് ആവാണ്ട് നമുക്ക് ഈ ഒരു കേക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ ഷുഗറൊക്കെ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കാരമലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേക്കിന് ഏത് കളറാണോ വേണ്ടത് ആ ഒരു കളറിനനുസരിച്ചിട്ട് കേക്ക് കാരമൽ ചെയ്യുക കേട്ടോ. എന്ന് വെച്ചിട്ട് ഒരുപാട് കരിഞ്ഞു പോകരുത്. ഞാനിപ്പോൾ ഇതാ ബ്രൗൺ കളറായ സമയത്ത് ഞാനിതിലോട്ട് 2 ടേബിൾ സ്പൂൺ പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി അതും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മിക്സായി കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ കാരമൽ സിറപ്പ് റെഡിയായി. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഞാനിപ്പോൾ ഇതാ സീഡ്ലെസ് ആയിട്ടുള്ള കറുത്ത മുന്തിരിയും കുറച്ച് കാഷ്നട്ടും അതുപോലെ തന്നെ ചെറി ഉണ്ടല്ലോ അതും എടുത്തിട്ടുണ്ട്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. എല്ലാം ഒരു 1/4 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ നമുക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടറിൻ്റെ പകുതി ബട്ടർ മാത്രം മതി. അതായത് 50 ഗ്രാം ബട്ടറാണ് നമുക്കിതിലേക്ക് വേണ്ടത് കേട്ടോ. ഏകദേശം ഒരു 1/4 കപ്പോളം വരും. ഇനി ഇത് നമുക്ക് ലോ സ്പീഡിൽ ബട്ടർ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ തന്നെ വേണമെന്നില്ല. നമ്മുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ ബട്ടർ നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ആ ഒരു ബട്ടറും പഞ്ചസാര പൊടിച്ചതും കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് സ്പാച്ചിൽ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് 2 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അത് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു മുട്ടയും ബട്ടറും കൂടി നല്ലോണം മിക്സ് ആവുന്ന രീതിയിൽ ഹൈ സ്പീഡിലൊന്നുമല്ല ലോ സ്പീഡിൽ തന്നെ നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റ് അത്രേ വേണ്ടൂ. അങ്ങനെ നമ്മുടെ എഗ് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആദ്യം അരിച്ച് വെച്ചിട്ടുള്ള മൈദ മിക്സ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ബീറ്ററിൻ്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു മുട്ടൻ്റെ മിക്സും ഈ ഒരു മൈദ മിക്സും കൂടി നല്ലോണം ഒന്ന് യോജിച്ച് ചേർത്തെ ആ ഒരു രീതിയിൽ മിക്സാക്കി എടുക്കുക. അങ്ങനെ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ കാരമൽ സിറപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും. അങ്ങനെ അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് ബീറ്റർ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് ഓവർ മിക്സ് ആവാൻ പാടില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ആവുന്ന ആ ഒരു സമയം മാത്രം മതി. അങ്ങനെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബട്ടറും സൺഫ്ലവർ ഓയിലും എന്തിനാണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ബട്ടർ നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് കൂട്ടും. എന്നാൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ നല്ല മോയിസ്റ്റ് ആക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്.
ഇനി അവസാനത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്ന സമയത്ത് എല്ലാ അടിഭാഗത്ത് തന്നെ ആയിട്ട് വരും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നല്ലോണം ഒന്ന് മൈദയിൽ കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ ബാറ്ററിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് ലൂസല്ല, ഈ ഒരു തിക്നെസ്സിലായിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന ടൈമും കുറച്ച് കൂടുതലുണ്ടാകും. പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എടുത്ത പാത്രം എന്ന് വെച്ചാൽ ഇതാ പ്ലം കേക്കൊക്കെ മേക്ക് ചെയ്യുന്ന ഈ ഒരു പാത്രമാണ്. നമ്മൾ പുറത്തൊക്കെ സെയിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാത്രത്തിലാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് ഒരാൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാത്രത്തിൽ നമ്മൾ ബേക്ക് ചെയ്യുന്നത് കേട്ടോ. ഇത് 1/2 കിലോ വരുന്ന ടിന്നാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മേലയിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കറുത്ത മുന്തിരിയും ചെറിയും കാഷ്നട്ടും കൂടി അതിൻ്റെ മേലിൽ ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്കിതൊരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിത് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത് കട്ട് ചെയ്തൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇത് സെയിൽ ചെയ്യുന്നത്. പ്ലം കേക്ക് സെയിൽ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഈ ഒരു കവറിൽ പൊതിഞ്ഞിട്ട് അതിൻ്റെ മേലെ റിബണൊക്കെ കെട്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ട് കേക്കാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ക്രിസ്മസൊക്കെയല്ലേ വരുന്നത്, ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യും, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ ഇത് മാത്രമല്ല, എനിക്ക് ഡ്രസ് സ്റ്റിച്ചസിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം മലൂസ് വേൾഡ്.